ഇറ്റ്സ് വെനസ്ഡേ മോർണിംഗ്. ഇപ്പോൾ ടൈം ഒരു 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ചേർത്തല ഗ്രാമി ഹൈപ്പർ മാർട്ടിലാണ്. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വന്നതാണ്. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് വെജും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണമായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് എന്തായാലും ഓഫർ ഉണ്ടാവും. ഈ വീക്ക് വെനസ്ഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ 2-3 ദിവസമായിട്ട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോണിൽ എന്തൊക്കെ ഓഫറാണ് ഉള്ളതെന്നുള്ളത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും വെജൊക്കെ വാങ്ങണമായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഫ്രൂട്ട്സിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ആപ്പിളിനും അതുപോലെ തണ്ണിമത്തനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആപ്പിളൊക്കെ ഓൾറെഡി സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പുതിയത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തു. എനിക്കാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി ഫ്രൂട്ട്സിൻ്റെയും വെജിൻ്റെയൊക്കെ പ്രൈസൊക്കെ അപ്പോൾ അപ്ഡേറ്റ് ആണ്. കാരണം ഞാൻ എപ്പോൾ കടയിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടുത്തുള്ള ഷോപ്പിലാണെന്നുണ്ടെങ്കിലും എന്തെടുത്താലും ഞാൻ അതിൻ്റെ വില ചോദിച്ചിട്ട് എടുക്കലുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ അറിയാം. ഞാനിങ്ങനെ ടാഗൊക്കെ നോക്കിയിട്ട് പുറത്താണോ ലാഭം ഇവിടുന്ന് വാങ്ങുന്നതാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് കുറച്ച് കുക്കുമ്പറും ഫ്രൂട്ട്സൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുക്കുംബറിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ 1 kg 17 rupees അങ്ങനെ എന്തോ ആയിരുന്നു. കുക്കുംബർ എനിക്ക് ഓഫറിലാണ് കിട്ടിയത്. അതുപോലെ പിന്നെ വെണ്ടയ്ക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, പിന്നെ തണ്ണിമത്തിന് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം സൂപ്പർ ഓഫറായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ നോർമലി എന്തെങ്കിലും വാങ്ങാനൊക്കെ വരുന്ന ടൈമിൽ ആരുവിനെ കൊണ്ടുവരാറില്ല കേട്ടോ. കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നതുകൊണ്ട് കൊണ്ടുവരലില്ല. പക്ഷേ ഇന്ന് പിന്നെ ആരും വരുന്നു പറഞ്ഞപ്പോൾ നമ്മൾ ആരുവിനെ കൂട്ടിയിട്ടാണ് വന്നത്. ആരുവാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ഓടി നടക്കുമായിരുന്നു. കാരണം ഇങ്ങനെ വൈഡായിട്ട് കുറച്ച് സ്പേസ് കിട്ടുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുൾ ഓട്ടമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ചാരു അതെടുത്താലോ, ചാരു ഇതെടുത്താലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ച് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് വരുമായിരുന്നു കേട്ടോ. പുള്ളിക്കിനെ പെറുക്കി എടുക്കാൻ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ബാസ്ക്കറ്റിൽ എന്തൊക്കെയോ പെറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പായസം മിക്സ് കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒരു മിനി പാക്കറ്റ് വാങ്ങി. വലുതല്ല വാങ്ങി, തീരെ ചെറുതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആരും ഇടയ്ക്ക് പായസം വെച്ച് കൊടുക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് പായസം വയ്ക്കുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അതൊരെണ്ണം എടുത്തു. ഞാൻ ആരും കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നെടുത്തിട്ട് ആരുൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ബാസ്ക്കറ്റ് കൊണ്ട് വയ്ക്കാൻ പറയാം. ബാസ്ക്കറ്റ് വലിച്ചിട്ട് അടക്കാൻ പറ്റുന്ന അവിടെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ആരും ഞാൻ അവിടുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് അവിടെ വെക്കുന്ന സീനാട്ടോ കാണുന്നത്. കുക്കുംബർ പോലെ തന്നെ വെള്ളരി ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. വെള്ളരിയുടെയൊക്കെ റേറ്റ് ഞാൻ മറന്നുപോയി. പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു എവിടെയോ കിടന്നാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. കുറേയൊക്കെ എന്തോ മോശം ഉണ്ടായിരുന്നു. മോശം മീൻസ് അങ്ങനെയല്ല, കേട് പിടിച്ചൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചുമ്മാ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊരു വെള്ളരി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒഴിച്ചു കറിയൊന്നും അങ്ങനെ അധികം വെക്കലില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. ഇപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ബാസ്ക്കറ്റ് വലിച്ചിട്ട് പോകാണ്ട് എടുത്ത് ഞാൻ ജിമ്മാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സീനൊക്കെ കാണണം. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കിയിട്ട് അവിടെ നിന്നൊരു ടാഗ് ഒട്ടിച്ച് തരും. അവിടെ നിന്നാണ് അടുത്ത സെക്ഷനിൽ ബില്ല് ചെയ്യേണ്ടത്. ആരുവാണെന്നുണ്ടെങ്കിൽ ആ ബാസ്ക്കറ്റ് കൊണ്ടുവന്നെ ഹെൽപ്പ് ആക്കുക കേട്ടോ. അവനെന്തോ കളിക്കുകയാണ്, വണ്ടി എന്തോ ഓടിക്കുന്ന ആ ഒരു ലാഘവത്തിൽ കളിക്കുകയും ചെയ്യണേ. അപ്പോൾ ഞാൻ ആരുവിനെ വഴക്കിടും അങ്ങനെ ആക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 വഴക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷനിലോട്ട് പോയി. നമ്മൾ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് ബില്ല് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്റൊക്കെ നോക്കി ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൈസ് ഒന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതുകൊണ്ട് വലിയ പ്രൈസൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ചേർത്തലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഡേ സ്ട്രീം എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണുന്നവരെ ബൈ.